സൗദി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കീഴിൽ 3003 പേർ ജയിലിലുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിൽ 95% പേരും സ്വദേശികളാണ്. 185 പേർ യമൻ പൗരന്മാരും 66 പേർ സിറിയക്കാരുമാണ്. 30 പാകിസ്ഥാൻ പൗരന്മാരും ജയിലിലുണ്ട്. തടവിലുള്ള 60% പേരുടെയും അന്തിമവിധി വന്നതാണ്. അവശേഷിക്കുന്ന 40% പേരുടെയും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു. വാദിസയിലെ പഴയ സിവിൽ ഡിഫൻസ് ഓഫീസ് കെട്ടിടത്തിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. 3 ആഴ്ച മുൻപും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയാണ് കെട്ടിടത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് പരിസരത്തുള്ളവർ കണ്ടത്. ആളപായമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു. കെട്ടിടത്തിന് മുകളിലെ ഗ്യാരേജിൽ നിന്നാണ് തീ പടർന്നതെന്ന് സൈറ്റ് സൂപ്പർവൈസർ അറിയിച്ചതായി പ്രദേശീയ വെബ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ ഒരു മാസത്തിനിടെ മരിച്ചത് 77 ഇന്ത്യക്കാർ. ഇതിൽ പകുതി പേരുടെയും മരണത്തിന് കാരണം ഹൃദയാഘാതമാണ്. കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടേതാണ് കണക്കുകൾ. ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 10 വരെ കുവൈത്തിൽ മരിച്ച പൗരന്മാരുടെ വിവരങ്ങളാണ് എംബസി പുറത്തുവിട്ടത്. മരിച്ച 77 പേരിൽ 36 പേരുടെയും മരണകാരണം ഹൃദയാഘാതമാണെന്ന് ഇന്ത്യൻ എംബസിയിലെ രേഖകൾ വ്യക്തമാക്കുന്നു. ഹൃദയാഘാതം മൂലം മരിച്ചവരിൽ ഭൂരിഭാഗവും മധ്യവയസ്കരാണ്. 3 യുവാക്കളും ഈ പട്ടികയിലുണ്ട്. 6 പേർ സ്വയം ജീവനൊടുക്കിയപ്പോൾ 3 പേർ അർബുദം ബാധിച്ചാണ് മരിച്ചത്. ജോലിസ്ഥലത്തുള്ള അപകടങ്ങളിൽ 5 പേർ മരിച്ചു. 3 പേർ വാഹനാപകടങ്ങളിലാണ് മരിച്ചത്. മരിച്ചവരിൽ 42 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയതായും എംബസി അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. 72 ദിവസത്തിന് ശേഷം ഗസയിലെ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്കെത്തി. ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ച കൂട്ടുകാരുടെ ചിത്രങ്ങളുമേന്തിയാണ് തകർന്ന തരിപ്പണമായ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിയത്. 2 മാസവും 2 ആഴ്ചയും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഗസയിലെ കുട്ടികൾ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ അവരെ കാത്തിരുന്നത് തകർന്ന സ്കൂൾ കെട്ടിടങ്ങളും കൊല്ലപ്പെട്ട കൂട്ടുകാരുടെ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങളും. കൂടെയില്ലാത്ത കൂട്ടുകാരുടെ ചിത്രങ്ങളുമായാണ് പലരും എത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ സ്കൂളുകളിലായിരുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലധികവും. കുട്ടികളിൽ ഭൂരിഭാഗവും വീടും കുടുംബവും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ. مدرستنا اللي كنا عايشين فيها كنا نتعلم فيها كمان أنطياتنا وزملائنا اللي كانوا هنا. ഒരാഴ്ച നീളുന്ന കൗൺസിലിംഗ് വിദ്യാർത്ഥികൾക്കായി അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഗസയിലെ 228 സ്കൂളുകളാണ് തകർന്നത്. അതിൽ 143 സർക്കാർ സ്കൂളുകൾ. തകർന്ന സ്കൂളുകളുടെ പുനർനിർമ്മാണം ഇസ്രായേൽ ഉപരോധം കാരണം പൂർത്തിയായിട്ടില്ല. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് അതിർത്തികൾ തുറന്നുകൊടുക്കാമെന്ന വാഗ്ദാനം ഇസ്രായേൽ പാലിക്കാത്തതാണ് കാരണം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഒമാനിലെ സൊഹാറിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഓണാഘോഷം സംഘടിപ്പിച്ചു. നാടൻ കലാരൂപങ്ങളായിരുന്നു ആഘോഷത്തിന്റെ പ്രത്യേകത. സൊഹാറിലെ അൽനാദ തോട്ടത്തിൽ ഊഞ്ഞാൽ വരെ ഒരുക്കിയാണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഓണാഘോഷം സംഘടിപ്പിച്ചത്. കോൽക്കളിയും മാർഗംകളിയും തുടങ്ങി തനിമ ചോരാത്ത നാടൻ കലാരൂപങ്ങളാണ് ആഘോഷത്തെ വേറിട്ടതാക്കിയത്. പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ആഘോഷത്തിൽ ഇടവക വികാരി ഫാദർ വർഗീസ് തോമസ് അധ്യക്ഷത വഹിച്ചു. മീഡിയ 1 സൊഹാർ. കുവൈത്തിലെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ UFM ഫ്രണ്ട്സ് സംഘടിപ്പിച്ച ഓണവില്ല് 2014 അബാസിയ ഹൈഡൻ ഹാളിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. സത്താർ കുന്നിൽ, നിജാസ് കാസിം, ഹൈദർ തോമസ് മലയിൽ, മുസക്കോയ എന്നിവർ സംസാരിച്ചു. കവിതാലാപനം, നാടൻപാട്ട്, ഓണസദ്യ എന്നിവയും അരങ്ങേറി. റിയാദിലെ മലയാളി പ്രവാസി കുടുംബ കൂട്ടായ്മയായ ഐല്യൂട്ട് ഓണം ആഘോഷിച്ചു. വിപുലമായ ആഘോഷത്തിൽ 50ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. സിറാജ് മുക്കം, ഷമീർ മാരത്തൊടി, ഷഹീർ തളിക്കോട്, സിയാദ് ഇരുമ്പുഴി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. OICC റിയാദ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 2ാമത് കാലിക്കറ്റ് ഫെസ്റ്റിന് തുടക്കമായി. സിറ്റി ഫ്ലവർ ഗ്രൂപ്പ് CEO ഫസൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നവാസ് വെള്ളിമാടുകുന്ന് അധ്യക്ഷത വഹിച്ചു. ലോഗോ പ്രകാശനം ക്ലിക്കോൺ MD നാസർ അബൂബക്കർ നിർവഹിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ നിയാസ് ഉമർ, കുഞ്ഞിക്കുമ്പള, M മൊയ്തീൻ കോയ, ഷഫീഖ് കിനാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഫെസ്റ്റിന്റെ സമാപനം ഈ മാസം 26-ന് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. റാഷിദ് ആശുപത്രിയിൽ ഔട്ട് പേഷ്യന്റിനുള്ള ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓങ്കോളജിക് ശസ്ത്രക്രിയാ ക്ലിനിക്ക് തുടങ്ങി. ഇതോടെ ഉദരത്തിലും കുടലിലും കണ്ടുവരുന്ന മാരകവും അല്ലാത്തതുമായ രോഗങ്ങൾക്ക് ഏറ്റവും നൂതനവും ഫലപ്രദവുമായ ചികിത്സ റാഷിദ് ആശുപത്രിയിൽ സാധ്യമാകുമെന്ന് ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ഫൈസൽ ബദ്രി പറഞ്ഞു. ക്ലിനിക്കൽ ഗാസ്ട്രോ
എൻജിയോളജിസ്റ്റുമാർ, ജനറൽ സർജൻമാർ, ഓങ്കോളജിസ്റ്റുകൾ, ഓങ്കോ സർജനുകൾ തുടങ്ങി വിദഗ്ധ സംഘം ചികിത്സയ്ക്കായി ഉണ്ടാകും. ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ മാസത്തിൽ 2 തവണ വ്യാഴാഴ്ച രാവിലെ 7:30-നും 1:30 വരെയാണ് ക്ലിനിക് പ്രവർത്തിക്കുക. ബഹ്റൈനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ ഈ വർഷത്തെ അവാർഡ് പ്രൊഫസർ VN രാജശേഖരപിള്ളയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലകളിൽ നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയതെന്ന് ജൂറി ചെയർമാൻ പ്രസാദ് ചന്ദ്രൻ പറഞ്ഞു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് മന്നം അവാർഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം ജിദ്ദയിലെത്തി. സംഘത്തിലുള്ളത് 350 പേർ. ഇമിഗ്രേഷൻ നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും. ISIS-നെതിരായ നടപടികൾ സംബന്ധിച്ച അറബ് രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത. സമവായത്തിന് തിരക്കിട്ട നീക്കങ്ങൾ. രാഷ്ട്രീയ സുരക്ഷാ പ്രതിസന്ധി വിലയിരുത്താൻ GCC രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച റിയാദിൽ. ISIS-നെ ഉന്മൂലനം ചെയ്യുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ. സൗദിയിൽ 9 മാസത്തിനിടെ 9,000 ഫ്രീ വിസക്കാർ പിടിയിലായതായി തൊഴിൽ മന്ത്രാലയം. പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. കുവൈത്ത് എയർപോർട്ടിൽ കരാർ ജോലിക്കെത്തിയ മലയാളികൾ ദുരിതക്കയത്തിൽ. ജോലിയും കൂലിയുമില്ല. പകർച്ചവ്യാധി പിടിക്കപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതായി പരാതി. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മില്ലിസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.